ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 17 ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം. 1-ാമത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് ശമൂവേൽ പ്രവാചകൻ പുസ്തകം 2-ാമത്തെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ശൗലിൻ്റെയും മകൻ്റെയും മക്കളുടെയും ഒക്കെ മരണവും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അടക്കം, അതായത് അവരെ ദഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പം മരണം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ശൗല് മരിക്കുകയും ദാവീദ് അമാലേക്കരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാമത്തെ ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിൻ്റെ പാളയത്തിൽ നിന്ന് വന്നു ദാവീദിൻ്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയായിരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് അവനോട്, ശരി, നീ ഇസ്രായേൽ പാളയത്തിൽ വരികയല്ലേ, എന്താണ് കാര്യങ്ങൾ എന്താണ് നിന്റെ അറിവുള്ള കാര്യങ്ങൾ പറയും. ജനം പടയിൽ തോറ്റോടി, ജനത്തിൻ്റെ അനേകർ പട്ടുവീണു, ശൗലും അവൻ്റെ മകനായ യോനാഥാനും കൂടെ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. ശൗലും അവൻ്റെ മകനായ യോനാഥാനും പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന്, വർത്തമാനം കൊണ്ടുവന്ന ആ ബാല്യക്കാരൻ പിന്നെ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗല് തൻ്റെ കുന്തത്തിൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്നടുക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ശൗലാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. നീ ആരെന്ന് എന്നോട് ചോദിച്ചു. ഞാനൊരു അമാലേക്കനാണെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം, എൻ്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കുകൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ശൗലിൻ്റെ അടുത്ത് വന്ന്, അത് മരിച്ചു പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ശൗലിൻ്റെ ആവശ്യപ്രകാരം ശൗലിനെ വാളുകൊണ്ട് വെട്ടി കൊന്നു എന്നാണ് വായിക്കുന്നത്. അതിൻ്റെ പറഞ്ഞു ഇത് കേട്ട ഉടനെ ശൗല് തൻ്റെ വസ്ത്രം കീറി, കൂടെ ഉണ്ടായിരുന്നവരും അങ്ങനെ തന്നെ വസ്ത്രങ്ങളൊക്കെയും കീറി. ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ച് കരഞ്ഞ് സന്ധ്യ വരെ ഉപവസിച്ചു. എന്നിട്ട് ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ, അപ്പോൾ വൈകുന്നേരം വരെ ഉപവസിച്ച് കഴിഞ്ഞ ശേഷം അവനോടുണ്ട് ഈ വർത്തമാനം കൊണ്ടുവന്നവൻ, അവനോട് ചോദിച്ചു, നീ ആരാണ് എന്നൊക്കെ ചോദിച്ചു. നീ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചു. ഞാനൊരു അന്യജാതിക്കാരൻ്റെ മകൻ, ഒരു അമാലേക്കൻ. യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈയോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എന്ത്? ഇതാണ് ദാവീദിൻ്റെ മുമ്പിലുള്ള പ്രശ്നം. ദാവീദ് എത്രയോ പ്രാവശ്യം അവസരം കിട്ടിയിട്ടും തൻ്റെ യജമാനെ കൊല്ലാൻ തയ്യാറായില്ല. അത് തൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാ സാഹചര്യത്തിലും തൻ്റെ ജീവൻ തങ്ങൾ 600 പേരും അവർ 3000 പേരും ഒക്കെ ആയിട്ടാണ് തൊട്ടടുത്തടുത്ത് എത്തി. ഒന്ന് ശ്രമിച്ചാൽ ശൗലിൻ്റെ പടയാളികൾക്ക് ദാവീദിനെയും കൂടെയുള്ളവരെയും കൊല്ലാം. അത്ര കൈവാക്കിന് സമീപത്തായിരുന്നു ഇവരെല്ലാം കിട്ടിയത്. എന്നിട്ടും കൂടി തൻ്റെ തൊട്ടടുത്ത്, തൻ്റെ ഒരു വാൾ അകലം പോലും ഇല്ലാത്ത ദൂരത്തിൽ കിട്ടിയ ശൗലിനെ ദൈവത്തിൻ്റെ അഭിഷിക്തനായതുകൊണ്ട്, തൻ്റെ യജമാനായതുകൊണ്ട്, രാജാവായതുകൊണ്ട് ഒക്കെ ദാവീദ് ശൗലിനെ കൊന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരുവൻ വന്ന് ഞാൻ ഇങ്ങോട്ട് പറയാണ്, ഞാൻ ശൗലിനെ കൊന്നു, എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അത് ദാവീദിനെ സംബന്ധിച്ച് വല്ലാത്ത ഒരു വിഷയമായിരുന്നത്. ദാവീദ് അതിന് ക്ഷമിക്കാൻ തയ്യാറായില്ല. ദാവീദ് മറ്റൊരു പടയാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ കൊന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ദാവീദിൻ്റെ പടയാളി പോയി ഈ അമാലേക്കനെ കൊല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദാവീദ് ഒരു പാട്ടെഴുതി, ഒരു ധനുർഗീതം എന്നാണ് അതിനെ പറയുന്നത്. ധനുർഗീതം എഴുതി ഇസ്രായേലിലെ ഒരു ശൂരന്മാരുടെ പുസ്തകത്തിൽ അത് എഴുതി ചേർത്ത് വെച്ചു. അതെല്ലാവരെയും അത് പഠിപ്പിക്കുകയും ചെയ്തു. ആ പാട്ടാണ് പിന്നെ താഴോട്ട് നമ്മൾ വായിക്കുന്നത്. ഒരു 10-12 അല്ല, ഒരു 19, ഒരു 8-9 വാക്യങ്ങളിലായിട്ട്
ഈ പാട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ നമ്മൾ ദാവീദിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ശത്രുവായിരുന്ന ഒരുവനെ പോലും ശത്രുവായി തന്നെ കാണാതെ തൻ്റെ യജമാനായിട്ടും തന്നെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന നിലയിലും അതിലുപരി ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നുള്ള ഇതിപ്പോൾ നമ്മൾ വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ്. എന്നെപ്പോലെ തന്നെ അഭിഷിക്തനാണ്, എന്നെപ്പോലെ തന്നെ നീതീകരണത്തിൻ്റെ പാതയിലേക്ക് നടക്കുന്നവനാണ് എൻ്റെ കൂടെയുള്ള സഹോദരനും സഹോദരിയും. അവരിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണേണ്ടതാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ടാണ് ആ യേശുക്രിസ്തുവിലൂടെ നമ്മളും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായത്. അപ്പോൾ യേശുക്രിസ്തു ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് ഈ പുത്രത്വം, ദൈവത്തിൻ്റെ പുത്രത്വം ലഭിക്കുകയില്ലായിരുന്നു. അങ്ങനെ പുത്രത്വം ലഭിച്ചവരാണ് നമ്മുടെ കൂടെയുള്ള സഹോദരി സഹോദരന്മാരെല്ലാം. അവരെ എല്ലാവരെയും ശൗലിനെ ദാവീദ് ബഹുമാനിച്ചതുപോലെ അങ്ങനെ ഒരു ബഹുമാനവും അത്തരമൊരു സ്ഥാനവും ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്നുള്ള ഓർമ്മയും തമ്മിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് എന്നതാണ് ഈ അധ്യായം നൽകുന്ന ഒരു പ്രധാന പാഠം. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. തുടക്കം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകന് ഉണ്ടായത്: നീ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളവരെ ദൈവത്തിൻ്റെ വചനം കേൾപ്പിൻ എന്ന് ഉള്ള ഈ വചനം വിളിച്ചു പറയാൻ പറയും. അപ്പം നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നെ എവിടെ അയക്കുന്നുവോ നീ അവിടെ പോകണം, ഞാൻ എന്ത് സംസാരിക്കണം എന്ന് പറയുന്നുവോ അത് നീ അവരോട് സംസാരിക്കണം. ഇത് ദൈവം ആദ്യമേ തന്നെ പറയുന്ന കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ പറയുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് നിൽക്കണം, അവിടെയാണ് പോകേണ്ടത്. എന്താണ് പറയേണ്ടത് അത് ഞാൻ നിൻ്റെ നാവിൽ തരുന്നു. ഇത് ആദ്യമേ യിരെമ്യാ പ്രവാചകനുമായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. അയക്കുന്നിടത്ത് പോകണമെന്നും പറയുന്നത് പറയണം. അവിടെ പറയുന്നതിൽ കുറവൊന്നും വരുത്തരുത്. എന്ത് പറയാൻ പറയുന്നു അത് ചിലപ്പം കേൾക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും, എന്നാലും അത് പറയേണ്ടതാണ്. അവിടെ പറഞ്ഞ കാര്യം ഇതാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം അത് എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളെ ആശ്രയിക്കരുത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള യഹോവയുടെ മന്ദിരം, യെരുശലേം ദേവാലയം എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഡാണ്. പ്രൗഡ് എന്ന് പറയുന്നതിന് അഭിമാനം മാത്രമല്ല, ഒരു വല്ലാത്തൊരു അഭിമാനമുണ്ട്, ദുരഭിമാനമെന്നോ അങ്ങനെ എന്ത് വേണേലും പറയാവുന്ന തരത്തിലുള്ള അവർക്കൊരു ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. അത്രേ ഉള്ളൂ. ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് യെരുശലേം ദേവാലയം, ഞങ്ങൾക്ക് ഉള്ള യെരുശലേം ദേവാലയം, ഞങ്ങൾക്ക് മാത്രമുള്ള യെരുശലേം, ഇതുപോലൊരു കേമമായ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ആലയം ലോകത്തെങ്ങുമില്ല. അത്തരം ഒരു പ്രൗഡ്, ഒരു അഭിമാനം. അല്ലാതെ അതിൻ്റെ നായകനായ ദൈവത്തെ അവർക്ക് അത്ര ബഹുമാനമോ സ്നേഹമോ അനുസരണയോ ഒന്നും കാണിക്കുന്നില്ല എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുക. എന്നാൽ നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ പരദേശിയെയും അനാഥയെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും. അപ്പോൾ എന്നും എന്നേക്കും വസിക്കുമാറാക്കും എന്ന് പറയുന്ന ദൈവം ഇവരെ ആ ദേശത്ത് നിന്ന് ചിതറിക്കാൻ പോവുകയാണ്, ഈ ദേശത്ത് നിന്ന് അവരെ മാറ്റാൻ പോവുകയാണെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പോഴും ദൈവം അവരോട് ഇടപെടുന്നുണ്ട്, നിങ്ങൾ മടങ്ങി വരിക. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ദീർഘമായ കാലയളവ് ഇവരോട് യിരെമ്യാ പ്രവാചകൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരുന്ന ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിന് ദുഷ്ടനിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. അപ്പോൾ ശീലോവായിരുന്ന ആദ്യത്തെ, നമുക്കറിയാം, ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഏലി പ്രവാചകനൊക്കെ, ഏലി പുരോഹിതൻ ഇരുന്ന പൂജാഗിരിയുമൊക്കെ ഉണ്ടായിരുന്ന, ദൈവത്തിൻ്റെ വെട്ടകമിരുന്ന
ആ സ്ഥലം എന്ന് പറയുന്നത് ശീലോ ആയിരുന്നു. ഇപ്പോൾ ശീലോ ഇല്ല, ശീലോ നശിച്ചു പോയി, ശീലോവിനെ നശിപ്പിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം വേറൊരു സ്ഥലം നമ്മൾ കണ്ടല്ലോ, ഞാൻ സ്ഥലത്തിൻ്റെ പേര് തൽക്കാലം നാവിൽ വരുന്നില്ല. അപ്പോൾ ആ സ്ഥലത്ത് വന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ആയിരുന്നു അബിയാതാർ പുരോഹിതനോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് മാറ്റി ശീലോവിനെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അതാണ് ഇവിടെ പറയുന്നത്. ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചു വന്നിട്ട് നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുക കൊണ്ട് എൻ്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായി ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലോവോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും. ശീലോവിനെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ഇതിനെയും നശിപ്പിക്കും എന്നാണ്. നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എഫ്രൈം സന്തതിയൊക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളെയും എൻ്റെ മുമ്പിൽ തള്ളിക്കളയും. ഇപ്പോൾ ഇത് യഹൂദയോടാണ് പറയുന്നത്. നിങ്ങളുടെ സകല സഹോദരന്മാരായ എഫ്രൈം സന്തതിയൊക്കെ എന്ന് പറയുമ്പം വടക്കേ ദേശമായ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് എഫ്രൈം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫ്രൈം അതിൽ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗോത്രമാണ്. അപ്പോൾ ഇവിടെ യഹൂദ എന്ന് പറയുന്ന ഗോത്രത്തെ ആണ് മുൻനിർത്തി യഹൂദായും ബെന്യാമിൻ ഗോത്രം ഇവിടെ ഉള്ളപ്പം പറയുന്നതെങ്കിൽ അവിടെ ബാക്കി 10 ഗോത്രങ്ങളുള്ളപ്പോൾ ചിലപ്പോഴൊക്കെ അതിനെ എഫ്രൈം എന്ന് ഇസ്രായേലിനെ എഫ്രൈം എന്നും പറയാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. എഫ്രൈം സന്തതിയൊക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ. അപ്പം ഈ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ എന്ന വടക്കേ രാജ്യമായ ഇസ്രായേൽ പൂർണ്ണമായും തകർന്നു പോയി. അവിടെ രാജാവില്ല, അന്യദേശക്കാർ അവിടെ വന്ന് താമസിക്കുന്നു, ഒക്കെയും സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങളെയും അതുപോലെ എൻ്റെ മുമ്പിൽ തള്ളിക്കളയും എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷപാതം ചെയ്യുകയും ആരോട് പറയുകയാണ്? യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. എൻ്റെ താഴോട്ട് വീണ്ടും കാണുന്നത് അന്യദേവന്മാർക്ക് പാനീയ ബലി പകരുന്നു, അവരുടെ മക്കൾ വിറക് പെറുക്കുന്നു, അപ്പന്മാർ തീ കത്തിക്കുന്നു, സ്ത്രീകൾ മാവ് ഒഴിക്കുന്നു. ഈ ആകാശരാജ്യം എന്നൊക്കെ പറഞ്ഞ് അന്യദേവന്മാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് അവിടെ ദൈവം പറയുകയാണ്. എൻ്റെ കോപവും എൻ്റെ ക്രോധവും ഈ സ്ഥലത്ത് മനുഷ്യരുടെ മേലും മൃഗത്തിന്മേലും പറമ്പിലെ വൃക്ഷങ്ങളുടെ മേലും നിലത്തിലെ വിളവിന്മേലും ചൊരിയും, അത് കെട്ടുപോകാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും. അതും ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾക്ക് ഇനി ജനമായും ഇരിക്കും. ഇതേ ഞാൻ കൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ട് വഴികളിലൊക്കെ നടപ്പിന് എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. എന്താണ് ഇവിടെ പറയുന്നത്? അവിടെ നിന്ന് പുറപ്പെട്ട സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, എന്നോട് ചേർന്നിരിക്കുക, എൻ്റെ വഴികളിൽ നടക്കുക, അത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഈ കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പിതാക്കന്മാരോടന്ന് ഞാൻ പറഞ്ഞില്ല. ഹനനയാഗത്തെക്കുറിച്ചോ ഹോമയാഗങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടേയില്ല. പിന്നീടാണ് കാലക്രമത്തിലാണ് ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും അവർക്കിടയിൽ നിയമമായി മാറുന്നത്. എന്തുകൊണ്ടാണ്? അവർ പുറപ്പെട്ടു വരുന്ന നാളിൽ അവരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുക, അങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ അവിടെ എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്ന ഒരു ജനത്തിന് ഒരു ഹനനയാഗമോ ഹോമയാഗമോ പാപയാഗമോ അകൃത്യയാഗമോ ഒന്നിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? അവർ പാപം ചെയ്യുന്നില്ലല്ലോ. അവർക്ക് എന്തിനാണ് ഹനനയാഗമോ ഹോമയാഗമോ ഒക്കെ? അതൊക്കെ പാപമോക്ഷത്തിന്, അവരുടെ പാപം ക്ഷമിച്ച് കിട്ടാനുള്ള യാഗങ്ങളാണ്. ആ യാഗങ്ങളാണത്. അതുകൊണ്ട് അവിടെ യാഗങ്ങളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം നിങ്ങൾ എന്നെ അനുസരിച്ച് നടക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. തെറ്റ് ചെയ്ത് പാപങ്ങളിലേക്ക് ഇവർ പോയി അന്യദൈവങ്ങളെയൊക്കെ ആരാധിക്കാനൊക്കെ പോയപ്പോഴാണ് ഇവർക്ക് പാപം ചെയ്യുകയും ആദമിന് മൃഗത്തിൻ്റെ തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കിയ അയാളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ ചെയ്തതുപോലെ ആ ദൈവം തന്നെ ഇവിടെ അഹരോനിലൂടെയും മോശയിലൂടെയും ഒക്കെ ഈ ജൈവജനത്തിന് പാപപരിഹാരത്തിനുള്ള യാഗങ്ങൾ കൊടുക്കുന്നത്. അതാണ് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കണം. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. അന്ന് നിങ്ങൾ പിതാക്കന്മാർ പുറപ്പെട്ടു വന്നപ്പോൾ ഞാൻ അവർക്ക് ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒന്നും കൽപ്പിച്ചിട്ടില്ലായിരുന്നു. അവരോട് ഞാൻ എൻ്റെ വാക്കുകേട്ടനുസരിച്ച്
ഞാൻ എൻ്റെ പക്ഷം നിന്ന് ഞാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് മാത്രമേ, അത് ചെയ്യാൻ മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. അത് ചെയ്യാതെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഹന്നയാഗങ്ങളും ഹോമയാഗങ്ങളും നിങ്ങൾക്ക് ആവശ്യമായി വന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നു വരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എൻ്റെ സകല ദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു. എന്നിട്ടും എന്നെ കേട്ടനുസരിച്ച്, അപ്പോൾ ഇത് ആദ്യത്തെ പ്രവാചകനല്ല യിരെമ്യാവ്. ഇതിനു മുമ്പ് യെശയ്യാവുണ്ട്, അതിനു മുമ്പ് പല പ്രവാചകന്മാരുമുണ്ട്. അവരൊക്കെയും പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാളും അധികം ദോഷം ചെയ്തു എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം തീരുമാനമായിട്ടുണ്ടെന്നാണ്. എന്നാൽ നീ അവരോട് പറയേണ്ടത്, തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത്. വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്നും നിർമൂലമായിരിക്കുന്നു. എന്നിട്ട് അവിടെ തലമുടി കത്തിച്ച് കളക, മൊട്ടക്കുന്നിൽ കയറി വിലാപം കഴിക്കുക എന്നൊക്കെയും അവർ പറഞ്ഞ് ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള, അതൊന്നും ദൈവത്തിൻ്റെ കൽപ്പനയിലോ ദൈവത്തിൻ്റെ വ്യവസ്ഥകളിലോ ഇല്ലാത്ത കാര്യങ്ങളാണ്. ജാതികളുടെ വ്യവസ്ഥകളാണ് അവർ അനുസരിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ മലിനമാക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ അതിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ദൈവാലയത്തിൽ അവർ അന്യദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് നമ്മളോട് വായിക്കുന്നത്. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിൽ ഇട്ട് ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫത്തിലെ പൂജാരിഗിരികളെ പണിതിരിക്കുന്നു. അപ്പോൾ അഗ്നിപ്രവേശം ചെയ്യിക്കേണ്ടതിന് അത് ചെയ്തിരിക്കുന്നു. ഇത് യോശിയാവ് രാജാവ് ഈ സ്ഥലം നശിപ്പിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 23 അധ്യായം വായിച്ചാൽ യോശിയ രാജാവ് ഈ പറഞ്ഞ ഈ ബെന്നിന്നോം താഴ്വരയിലെ ഈ പറഞ്ഞ ഈ സംഗതിയെ അത് ഇടിച്ച് കളയുന്നത് നമ്മൾ വായിക്കാൻ പറ്റും. അത് ഞാൻ കൽപ്പിച്ചതല്ല. ആ പൂജാഗിരികളെ, തോഫത്തിലെ പൂജാരികളെ പണിതിരിക്കുന്നത് ഞാൻ കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതുമല്ല. അതുകൊണ്ട് ഇനി അതിനെ തോഫത്തെന്നും ബെൻഹിന്നോം താഴ്വരയെന്നും പേര് പറയാതെ താഴ്വര എന്ന് പേർ വിളിക്കുന്ന കാലം വരും. അത് യോശിയാവിലൂടെയാണ് അത് സംഭവിക്കുന്നത്. വേറെ സ്ഥലമില്ലായകൊണ്ട് അവർ തോഫത്തിൽ ശവമടക്കും. എന്നാൽ ഈ ജനത്തിൻ്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായിത്തീരും. ആരും അവയെ ആട്ടിക്കളയുകയുമില്ല. അന്ന് ഞാൻ യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരുശലേം വീഥികളിൽ നിന്നും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും നീക്കിക്കളയും. ദേശമോ ശൂന്യമായി കിടക്കും. യെരുശലേമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ ബെന്നിന്നോം താഴ്വരയിൽ പുത്രന്മാരെയൊക്കെ അഗ്നിപ്രവേശം ചെയ്യിച്ചതിനെ സംബന്ധിച്ച് ആഹാസ് രാജാവിൻ്റെ കാലത്ത് അത് സംഭവിച്ചതായിട്ട് 2 ദിനവൃത്താന്തം 28 അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. അപ്പം ഇത് ഒക്കെയും ദൈവം പറയുന്നത് ഞാനിത് കൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. ഈ മനുഷ്യരെ ഒന്നും കുരുതി കൊടുക്കുന്നതും മനുഷ്യരെയൊക്കെ യാഗമായിട്ട് അർപ്പിക്കുന്നതും ഒന്നും അത് ജാതികളുടെ സ്വേച്ഛാപരമായ തീരുമാനങ്ങളും കാര്യങ്ങളുമാണ്. ദൈവം എവിടെയും ആരോടും കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ് ജാതികളുടെ ഇടയിലുള്ള ഈ അനാചാരങ്ങൾ. ഇത് ആചാരമല്ല, ഇത് അനാചാരം. കാരണം ആചാരമാണെങ്കിൽ അത് ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണ് ആചാരം. ദൈവം കൽപ്പിക്കാത്തതൊക്കെയും അനാചാരങ്ങളാണ്. ആ തരത്തിൽ ഇവർ അന്യജാതികളുടെ ഏറ്റവും നികൃഷ്ടമായ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ച് കൊല്ലുന്ന, അതിലൂടെ തങ്ങൾക്ക് സാമ്പത്തികവും മറ്റ് അനുഗ്രഹങ്ങളും പാപക്ഷമയും ഒക്കെ ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന് ഒട്ടും ക്ഷമിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യമായി മാറി എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിലെ വചനത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ, ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും വേണം. യോഹന്നാൻ 17 മുതൽ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു തന്നെയാണ് പറയുന്നത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ്. അറിവ് എങ്ങനെയാണ് നിത്യജീവനാകുന്നത്? അപ്പോൾ എന്തൊക്കെ അറിയണം? ദൈവത്തെ അറിയണം, യേശുവിനെ അറിയണം. അത് ഏകമായിട്ടാണ് അറിയേണ്ടത്. ദൈവത്തെ ദൈവമായിട്ടും യേശുക്രിസ്തുവിനെ രണ്ടും 2 വ്യക്തികളാണ്. രണ്ടായിട്ട് തന്നെയാണ് അറിയേണ്ടത്. ദൈവം ദൈവമാണ്, യേശു മനുഷ്യനാണ്. അപ്പോൾ ഈ അറിവ് ആണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ
നമുക്ക് നിത്യജീവൻ്റെ അറിവല്ല നിത്യജീവനത്തിൽ ആധാരമായിരിക്കുന്നത്, വിശ്വാസമാണ് നിത്യജീവന് ആധാരമായിരിക്കുന്നത്. അവരുടെ ജീവിതമാണ് ആധാരമായിരിക്കുന്നത്. പക്ഷേ ആ വിശ്വാസം ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഉണ്ട്. പക്ഷേ അവിടെ എന്താ പറയുന്നത്? അറിവാണ് നിത്യജീവൻ എന്നാണ്. യേശുക്രിസ്തുവിനെയും ദൈവത്തെയും കുറിച്ചുള്ള അറിവാണ് നിത്യജീവനാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അറിവാണ് പ്രധാനമെന്നിവിടെ പറയുന്നത്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. വിശ്വാസമാണ് ആധാരം. പക്ഷേ അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. വിശ്വാസം തെറ്റിയാൽ നമുക്ക് ലഭിക്കാനുള്ളത് വാഗ്ദത്തം അത് ലഭിക്കുകയില്ല. ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആ യോഹന്നാൻ 17:3 പറഞ്ഞ നിത്യജീവൻ ലഭിക്കുകയില്ല. അത് അറിയുന്നത് തന്നെ നിത്യജീവൻ. അറിവ് തെറ്റാണെങ്കിൽ നമ്മുടെ വിശ്വാസവും തെറ്റും. വിശ്വാസം തെറ്റിയാൽ നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് നമുക്ക് ലഭിക്കുകയില്ല. ഇത് കൃത്യമായി യേശുക്രിസ്തു പറഞ്ഞാണ്, മറ്റാരും പറഞ്ഞതല്ല. യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവായിട്ടും ദൈവത്തെ ദൈവത്വമായിട്ടും അറിഞ്ഞ് മനസ്സിലാക്കി അത് വിശ്വസിക്കുന്നപ്പോഴാണ് നിത്യജീവൻ ലഭിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അറിവ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ബൈബിളിലല്ലാത്തൊരു അറിവും കൊണ്ട് പെന്നിന്നാൻ താഴ്വരയിൽ അവർ മക്കളെ യാഗം കഴിച്ചതുപോലെ യാഗം കഴിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ ഈ നിത്യജീവൻ്റെ അവകാശത്തിലോ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തോ ഒന്നും ഇല്ലാതെ തള്ളപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും തള്ളപ്പെടും. അതുകൊണ്ടാണ് അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും 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 ഈ ചെറുവിവരണം സംസാരിക്കുമ്പോഴെല്ലാം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അറിവ് 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 അത് ബൈബിളിലെ അറിവായിരിക്കണം. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പം അബ്രഹാമിൻ്റെ സന്തതിയും വിശ്വസിച്ച എന്താണോ അത് നമ്മൾ വിശ്വസിക്കണം. അബ്രഹാമിൻ്റെ സന്തതിയായ യേശുക്രിസ്തുവിനും രണ്ട് വിശ്വാസമായിരുന്നില്ല. ദൈവത്തെ സംബന്ധിച്ചും ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് രണ്ടുപേർക്ക് ഒരേ വിശ്വാസമായിരുന്നു. അതെന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അബ്രഹാമിനോട് പോയി ചോദിക്കാനൊക്കെ, യേശുക്രിസ്തുവിനോട് പോയി ചോദിക്കാനൊക്കെ എന്തായിരുന്നു നിങ്ങളുടെ വിശ്വാസം? പ്രിയ വായനാ സുഹൃത്തെ, ആ കാര്യം ഈ ബൈബിളിലുണ്ട്. എന്തായിരുന്നു അവരുടെ വിശ്വാസമെന്ന്, അവരുടെ രണ്ടുപേരുടെ വിശ്വാസം ഒന്നായിരുന്നോ എന്നുള്ളത് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ആ അറിവ് കറക്റ്റ് ചെയ്തുകൊണ്ട് എന്താണോ അറിവ്, സത്യമായ അറിവ്, ആ അറിവ് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കാനുള്ള ദൈവീകമായി നമുക്ക് ലഭിക്കുക. അതിനാണ് നമ്മൾ ഈ ഒരു ഉദ്യമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കൾ ഓരോരുത്തർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്നത്. അവർ ദിനംപ്രതി പലരും ഈ വായനയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നത്. കേൾക്കുമ്പോൾ വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണ് അറിവ് കറക്റ്റ് ചെയ്യണമെന്നുള്ളത്. അറിവ് തെറ്റിയാൽ എല്ലാം തെറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ മതി. അറിവ്, നമുക്ക് പല അറിവുകളുമുണ്ട്. നമ്മുടെ പിതാവിനെ കുറിച്ച് അറിവുണ്ട്, ഇല്ലേ? നമ്മുടെ പിതാവ് ആയിരുന്നതിനെ കുറിച്ചൊരു അറിവുണ്ട്. ആ അറിവ് തെറ്റിയാലോ? ആ തെറ്റായ ഒരു അറിവാണ് നമുക്കുള്ളതെങ്കിലോ നമ്മൾ പിതാവല്ലാത്തവനെ അപ്പ എന്ന് വിളിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഞാൻ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഏറ്റവും കുഞ്ഞുനാളിലെ മുതലേ നമ്മൾ അപ്പ എന്ന് വിളിക്കുന്ന ഒരാൾ, അതൊരു അറിവാണ്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളപ്പ അല്ല ഡാഡിന്നോ അച്ചാന്നോ അപ്പച്ചന്നോ അച്ചാച്ചാന്നോ ഒക്കെ വിളിക്കുന്നത്. പക്ഷെ ആ അറിവ് തെറ്റാണെങ്കിൽ നമ്മൾ അപ്പനല്ലാത്ത ഒരാളിനെയാണ് നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ഗൗരവത്തോടെ നമ്മൾ ഈ അറിവിനെ കാണണം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞത്. അതിനപ്പുറത്തൊരു ഉദാഹരണം പറയാനില്ല. അതുകൊണ്ടാണ്. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്നത്തെ ഈ രണ്ടാമത്തെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വിവരണം ഇവിടെ അവസാനിക്കുന്നു. മൂന്നാമത്തെ വായനാ ഭാഗം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. ശിഷ്യന്മാരുടെ ഒരു ചോദ്യം: സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാര്? ക്രിസ്തു ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് നിർത്തിയിട്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറയുന്നു. ആ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. അപ്പോൾ ഏറ്റവും വലിയവൻ ആരാണ്? ഇത് ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പോൾ ശിശുവിൻ്റെ മനസ്സുള്ളവൻ, ശിശു ഒരു കാര്യം വിശ്വസിക്കുന്നത് പോലെ, ശിശു അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നത് പോലെ, അപ്പനും അമ്മയും ഒരു കാര്യം പറഞ്ഞാൽ അതിന് സംശയമില്ലാതെ, ശിശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ അവന് വെളുത്തിരിക്കുന്നൊരു സാധനം കൊടുത്തിട്ട് അവനെ പാലാ കുടിയിടാന്ന് പറഞ്ഞാൽ അവനത് കുടിക്കുകയാണ്. എന്നുവെച്ചാൽ അതാണ് പാലെന്ന് വിചാരിച്ചിട്ട് കുടിക്കും. അപ്പോൾ അത്ര നിഷ്കളങ്കനും സ്നേഹവും വിശ്വാസവും ഒക്കെയും പ്രകടിപ്പിക്കുന്ന അങ്ങനെ കുഞ്ഞിനെ ഇനിയും നമുക്ക്
കുഞ്ഞിൻ്റെ പല ക്യാരക്ടേഴ്സും നമുക്ക് പറയാൻ കഴിയും, സ്വഭാവങ്ങളും പറയാൻ കഴിയും. അപ്പം അങ്ങനെയുള്ളവനാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ മുന്നോട്ട് പറയുകയാണ്. അപ്പോൾ അതുപോലുള്ളവരെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, അങ്ങനെയുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നവനെ ദൈവം അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ളതും നമുക്കവിടെ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. താഴോട്ട് പറയുന്നത് 2 കണ്ണുണ്ട്, അതിൽ ഒരു കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ആ കണ്ണ് ചൂർന്ന് കളയാനാണ്. കാല് കൈയൊക്കെ ഇടർച്ച വരുത്തിയാൽ ആ കാല് കൈ 2 കൈയുണ്ട് അല്ലെങ്കിൽ 2 കാലുണ്ട്, അതിൽ ഒരു കാല് ഇടർച്ച വരുത്തിയാൽ ആ കാലിന് വെട്ടിക്കളയാൻ. അപ്പോൾ അങ്ങനെ 2 കണ്ണും ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു സ്വഭാവത്തിൽ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ കണ്ണും കൈയും കാലും ഒന്നും ഇല്ലാതെ ദൈവരാജ്യത്തിൽ കിടക്കുന്നതാണ് നല്ലതെന്ന്. അപ്പം അങ്ങനെ ഇത് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടത്? നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇന്നലെ വായിക്കുന്ന ഭാഗത്തതുണ്ടല്ലോ, നമ്മൾ വായിക്കുന്ന ഭാഗത്തതുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അത് ഇന്നലെ നമ്മൾ സങ്കീർത്തനം വായിക്കുന്നിടത്താണ്. ദൈവത്തിൻ്റെ പാപം ക്ഷമിച്ച് ലംഘനം മറച്ച് കിട്ടിയ മനുഷ്യൻ ഭാഗ്യവൻ. എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? അത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിന് നമ്മുടെ മനോഭാവമാണ് അതിനകത്ത് പ്രാധാന്യമായിട്ട് ദൈവം പറയും. ഇവിടെ അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കുന്നതിനെ സംബന്ധിച്ചാണ്. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഒരാൾക്ക് 100 ആടുണ്ടെങ്കിൽ അതിൽ 1 തെറ്റിപ്പോയാൽ ഇടയൻ 99 മേയാൻ വിട്ടിട്ട് ആ 1 അന്വേഷിച്ച് പോകുന്നത് പോലെ ദൈവവും ഈ 1 സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം അതുപോലെ ഈ ചെറിയവരിലൊരുത്തൻ നശിച്ചു പോകുന്ന സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്നാണ് വായിക്കുന്നത്. അപ്പോൾ പിന്നെ പറയുന്ന ഒരു ഉപദേശം, എൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രം ബോധമുള്ളപ്പോൾ കുറ്റം അവനോട് ബോധം വരുത്തുക. അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അങ്ങനെ കേട്ടില്ലെങ്കിലാണ് 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2 or 3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കേണ്ട 1 or 2 പേരെ കൂട്ടിക്കൊണ്ട് അവനോട് ചെന്ന് കാര്യം ബോധ്യപ്പെടുത്തുക. 2ാമത്തെ സ്റ്റെപ്പ്. അപ്പോഴും അവൻ അത് കൂട്ടാക്കുന്നില്ല, അവൻ്റെ തെറ്റിനെ ബോധ്യം വരുന്നില്ല, അവൻ ആ കാര്യത്തെ വീണ്ടും ധിക്കരിച്ച് നിൽക്കുകയാണെങ്കിൽ അത് പിന്നീടാണ് നമ്മൾ 3ാമത് അത് സഭയെ അറിയിക്കുകയും സഭ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ സഭ അത് അറിയിച്ചിട്ട് സഭ അവരോട് സംസാരിച്ചിട്ട് അയാളെ നേരെയാക്കാൻ നോക്കുക. അങ്ങനെയും നേരെയായില്ലെങ്കിൽ അവനെ ചുങ്കക്കാരനും പാപിയും അല്ലെങ്കിൽ പ്രജാതിക്കാരനും പോലെ ഇരിക്കട്ടെ എന്നാണ്. പക്ഷെ വേറൊരു ഭാഗത്ത് പറഞ്ഞാൽ അങ്ങനെയായാലും അവൻ സഹോദരൻ എന്ന് വെച്ച് അവനെ സ്നേഹിക്കുക എത്ര വേണ്ടതെന്നും വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ലേഖന പുസ്തകങ്ങളിൽ. ഇവിടെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനല്ല. നമ്മളോട് പിഴയ്ക്കുകയോ നമ്മളോട് കുറ്റം ചെയ്യുകയോ നമുക്ക് അനിഷ്ടം കാണിക്കുകയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുകയോ ചെയ്തൊരു മനുഷ്യനെ അവനറിയാതെ ബാക്കി എല്ലാവരോടും പറഞ്ഞ് ആ വിവരം പറഞ്ഞ് എല്ലാവരെയും അറിയിച്ച ശേഷം അവസാനമായിരിക്കും ഇയാളോട് പറയുന്നത് അല്ലെങ്കിൽ ഇയാൾ അറിയുന്നത്. ഇതല്ല ചെയ്യേണ്ടത്. ആദ്യം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആ വിഷയം പറഞ്ഞ് ശരിയാക്കാൻ ശ്രമിക്കുകയും മറ്റാരും അറിയാതിരിക്കാൻ നോക്കുകയും വേണമെന്നാണ്. അതാണ് അതിനെ സംബന്ധിച്ചുള്ള 3 വഴികൾ. പിന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിക്കുന്നു. ഒരു 7 വട്ടം മതിയോ? ക്രിസ്തു പറയുന്നു 70 വട്ടം ഞാൻ നിന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ദീർഘമായി ക്ഷമിക്കണമെന്നാണ് അതിനർത്ഥം. 7 ഗുണം 7 എന്നത് 7 7 49 490 എന്ന് തന്നെ നമുക്ക് കൂട്ടാം. പക്ഷേ 490 വട്ടമൊന്നും നമ്മൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യത്തെ സംബന്ധിച്ച് ക്ഷമിക്കാൻ എത്ര ക്ഷമിക്കും? അപ്പം അങ്ങനെ കണക്ക് നോക്കിയാൽ നീ ക്ഷമിക്കണം എന്ന് തന്നെയാണ്, പൂർണ്ണമായി അത് ക്ഷമിക്കണം എന്ന് തന്നെയാണ് ക്രിസ്തു ഉപദേശിക്കുന്നത്. അവിടെ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് ചില ഉപമകൾ പറയുന്നുണ്ട്. അതിൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ നോക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊടുന്നു, അവന് വീട്ടുവാൻ വകയില്ലായകയല്ല. അവിടെ ഈ ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 10,000 താലന്ത് വീട്ടാനുള്ള ഒരുത്തനെ വന്ന് അവന് 10,000 താലന്തിനെ ഇളച്ചു കൊടുക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചു എന്നാണ്.
അപ്പോൾ 10,000 താലന്ത് ഇളവ് ലഭിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ വഴിയിൽ വെച്ച് 100 വെള്ളിക്കാശ് കണ്ട ഒരുത്തനെ തലയ്ക്ക് പിടിക്കുകയാണ്. പക്ഷെ അത് യജമാനൻ അറിയുമ്പോൾ, രാജാവ് അറിയുമ്പോൾ ആ ദുഷ്ടദാസനെ വിളിച്ച് തടവിലാക്കി ഇവൻ്റെ പണം ലഭിക്കുന്നിടത്തോളം വരെ അവനെ ദണ്ഡിപ്പിക്കാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ആണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന സംഗതി. നമ്മളത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിലും ആ പ്രാർത്ഥന ഉണ്ടല്ലോ. അത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ്. അപ്പം എനിക്ക് കടക്കാരനായിരിക്കുന്നവനോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ. അപ്പോൾ കണ്ടീഷൻ അതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമേ അങ്ങ് എന്നോട് ക്ഷമിക്കണമെന്നാണ്. അപ്പം അത് തന്നെയാണ് ഇവിടെയും കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറായാൽ മാത്രമേ ദൈവം നിങ്ങളോടും ക്ഷമിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്, ദയവുള്ളവനാണ്, കരുണയുള്ളവനാണ്. അത് ചെയ്യാൻ ദൈവം ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ സങ്കീർത്തനത്തിൽ ഞാൻ കുറച്ച് മുമ്പ് ഇന്നലെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ കൃത്യമായിട്ട് ദാവീദ് ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു നിബന്ധന എന്നുകൂടി ഈ സമയം ഓർപ്പിക്കട്ടെ. താങ്ക് യു. 3 വായനാ ഭാഗങ്ങളും ശ്രവിച്ചത് ഗുണകരമായി ആത്മീക വർധനവിന് ഉതകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഞാൻ പറഞ്ഞതൊന്നുമല്ല, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അത് വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നന്ദി.